സംവിധായകൻ റെജി ലൂക്കോസ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, സർക്കാർ വലിയ തോതിലാണ് വിമർശനങ്ങൾ നേരിടുന്നത്. കെട്ടിടം ഉപയോഗിക്കുന്നില്ലെന്നായിരുന്നു ആദ്യമേ മന്ത്രിമാർ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ ഇതിനുശേഷം രോഗികൾ ഒന്നടങ്കം ഈ പ്രസ്താവന തെറ്റാണെന്ന് പല മാധ്യമങ്ങളോടും പറയുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നു. ഇപ്പോൾ മന്ത്രി വീണ ജോർജിനെതിരെ അതിർത്തി പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് ഈ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇപ്പോൾ പൊങ്ങി വരുന്നത്. എങ്ങനെയാണ് ഈ വിമർശനങ്ങളെയൊക്കെ സർക്കാരിന് നേരിടാൻ സാധിക്കുക? ഇതിനെ മറികടക്കാൻ ഒരു നേരായ വഴി സർക്കാരിന് മുന്നിൽ എന്തായിരിക്കും? അല്ല, ഇത് യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവനും മന്ത്രി വീണ ജോർജും കൂടെ അവിടെ ഒരു ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം കൂടി ഈ കെട്ടിടം പ്രവർത്തനയോഗ്യമല്ല, അതുകൊണ്ട് ആ കെട്ടിടത്തിന്റെ ഈ പറഞ്ഞ പർട്ടിക്കുലർ പോർഷൻ ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് ആണ് അവര് ഈ ഇന്നലെ മാധ്യമ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത്. പക്ഷെ അത് അവിടെ വീണ്ടും ആ ശുചിമുറി ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് തെറ്റ് തന്നെയാണ്, ഒരു തർക്കമല്ല കാര്യത്തിൽ. തന്നെയല്ല 2013 അന്നത്തെ UDF സർക്കാരിന്റെ കാലത്ത് ഈ കെട്ടിടം ദുർബലമാണെന്നുള്ള റിപ്പോർട്ട് കൊടുത്തിരുന്നു. കാരണം 48 വർഷം പഴക്കമുള്ള കെട്ടിടം. അന്നത്തെ ആ ഗവൺമെന്റ് 3.5 വർഷക്കാലത്തേക്ക് ഒന്നും ചെയ്തില്ല. അതിനുശേഷം വന്ന ഇടതുപക്ഷ സർക്കാരാണ് പുതിയ കെട്ടിടം പണിയാനുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ കോവിഡ് വന്നു, പ്രളയം വന്നു, അങ്ങനെയുള്ള ചില പാൻഡമിക് എല്ലാം വന്നതിന്റെ പേരിൽ അത് നീണ്ടുപോയി. കേരളത്തെ എല്ലായിടത്തും അങ്ങനെ സംഭവിച്ചു. അതിനുശേഷം വീണ്ടും വി എൻ വാസവൻ മന്ത്രിയായപ്പോൾ അത് ഏതാണ്ട് 650 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് എടുത്ത് ആ കെട്ടിടം പണി പൂർത്തീകരിച്ചു. ഇനി ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ പർട്ടിക്കുലറായിട്ട് അതെല്ലാം തടയണ്ട, അല്ലെങ്കിൽ അവിടെ ശുചിമുറി ഉപയോഗിക്കാൻ പാടില്ല നിർദ്ദേശം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നുള്ളൊരു സത്യസന്ധമായ കാര്യമാണ്. മന്ത്രിമാരെ സംബന്ധിച്ച് അവർ കൊടുക്കുന്ന നിർദ്ദേശമില്ല അവർക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. വാസ്തവത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ സംഭവം പറ്റിയതെന്താണ്, ഒരു നിർഭാഗ്യവതിയായ ഒരു വീട്ടമ്മ, അത് ഒരു കുടുംബത്തിന്റെ അത്താണി മരണമടഞ്ഞു. അതാണ് അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള ചെറിയ പരാതി പോലും ഇതുവരെ ഉയരാത്തൊരു മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ ആ വാർഡിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ, ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ നടപടി സ്വീകരിക്കണം. കൂടാണ്ട് തന്നെ ആ നിർഭാഗ്യവതിയായ ആ സഹോദരിയുടെ മക്കൾക്ക് ആ ഒരു കുഞ്ഞ് അതിന് നട്ടലിൽ എന്തോ ചെറിയ കംപ്ലൈന്റ് ആയിട്ട് സർജറിക്ക് പോയത്, ഗവൺമെന്റ് ആ സർജറിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും നഷ്ടപരിഹാരം കൊടുക്കുമെന്നും അത് മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്നും, കൂടാതെ തന്നെ ആ കുട്ടികളുടെ ഭാവിയെ എങ്ങനെ സുരക്ഷിതമാക്കാവുന്ന ജോലി അതെല്ലാം ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണെന്നുള്ള ഓൾറെഡി തന്നെ മന്ത്രി വാസവൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചു ഇനിയിപ്പോ അതിന് പരിഹാരങ്ങൾ കാണുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് പർവ്വതീകരിച്ച് ഇങ്ങനൊരു മരണത്തെ വസ്തുതകൾ ഇതായിരിക്കെ അത് കേരളം മുഴുവനും പ്രകടനം നയിച്ച് മന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്ന അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമേ ഉള്ളൂ. ആ പാവശ്രീയുടെ ചിത അടങ്ങിയതിനു ശേഷം ഇവർക്ക് തെരുവിലിറക്കായിരുന്നു. ഇന്നിപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ ആ വീട് പോലും സന്ദർശിക്കാണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുമ്പിൽ അവിടുത്തെ മെയിൻ കവാടം ഉപരോധിച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ സമരം ചെയ്യുകയാണ്. ഇതേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോഴാണ് ഈ റിപ്പോർട്ട് കൈ കിട്ടിയത്. 3.5 വർഷക്കാലം അദ്ദേഹത്തിനെ കുറിച്ച് ചെറുപേര് പോലും അനക്കിയിട്ടില്ല. അപ്പൊ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ളവർ ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ പോയി സമരം നടത്താന്ന് പറഞ്ഞാൽ അത് നാട്ടുകാർക്കറിയാം എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത്. അവർക്ക് തിരിച്ചറിയും, അതിനുള്ള മറുപടി ജനങ്ങൾ തന്നെ നൽകിക്കോളും. അത് ഉചിതമായ സമയത്ത് ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ വാസ്തവത്തില് അപകടം ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യവശാൽ അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത് സത്യമായിരിക്കെ, പക്ഷെ തങ്ങളുടെ ഉത്തരവാദിത്തം ചെയ്യാതെ കൊണ്ട് തങ്ങള് എല്ലാം കണ്ണടച്ചിരുന്നുകൊണ്ട് ഇപ്പൊ ഒരു സർക്കാർ വന്ന് ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ചെയ്ത നടപടികളിലൂടെ നമ്മുടെ മെഡിക്കൽ രംഗം വന്ന കുതിപ്പ് നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ടറിയാം. അപ്പൊ തങ്ങളുടെ ഭാഗത്ത് ഈ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കേരളം മുഴുവനും വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരമല ദുരന്തത്തിന്റെ പേരിൽ പിരിവ് നടത്തി ആ പൈസ പോക്കറ്റിലാക്കി തട്ടിപ്പ് നടത്തി അവർ തന്നെ ആരോപിച്ചിരിക്കുന്നത്, അവരുടെ യൂത്ത് സംഘടന തന്നെയാണ് ആരോപിച്ചിരിക്കുന്നത്, കോടിക്കണക്കിന് രൂപ. അപ്പൊ ആ ഒരു നാണക്കേടിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഈ യൂത്ത് കോൺഗ്രസ് ഇപ്പം തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവർക്കൊരു മര്യാദ കാണിക്കായിരുന്നു. ആ പാവശ്രീയുടെ ചിത അടങ്ങിയതിനു ശേഷം തെരുവിലിറങ്ങി നാടകം കളിച്ചായിരുന്നു. കേരളം ഇതെല്ലാം കാണും. അതുകൊണ്ടൊന്നും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ റെജി ലൂക്കോസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.